നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അപകടം ഉണ്ടായാൽ, അതും ഇത്രയ്ക്ക് ഗുരുതരമായ ഒരു അപകടം ഉണ്ടായാൽ അത് പോലീസിനെ അറിയിച്ചിരിക്കണം. ദീപക് പോയിട്ട് കുറെ നേരം ആയല്ലോ. പ്ലാന് വർക്കൗട്ടായി കാണും. ഇറങ്ങി വാ. ഇങ്ങോട്ട് ഇങ്ങോട്ട്. മോളെ, നീ ഇതെന്ത് പരിപാടിയാ കാണിച്ചേ? വണ്ടി ഓടിച്ച് ശീലമില്ലാത്ത ആളല്ലേ നീ? നീ കാർ ഓടിച്ചു പോയപ്പോ ഇവിടെ ഞങ്ങളൊക്കെ ടെൻഷനായി പോയി. അതാ ഇവനെ പെട്ടെന്ന് അങ്ങോട്ട് പറഞ്ഞു വിട്ടത്. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ സംഭവിച്ചു അമ്മേ. എന്തു പറ്റി? ഋതു ഒരാളെ ഇടിച്ചിട്ടു. എന്റെ ഈശ്വര, എന്നിട്ട് എന്തായി? എന്നിട്ട് എന്താവാൻ, ആളുകൾ ഓടിക്കൂടി ആകെ ബഹളായി. ആക്സിഡന്റ് പറ്റിയ ആളെ ആംബുലൻസ് കയറി വിട്ടിട്ടുണ്ട്. അയ്യോ, അത്രയ്ക്ക് സീരിയസ് ആണോ? കണ്ടിട്ട് ക്രിട്ടിക്കൽ കണ്ടീഷൻ ആണെന്ന് തോന്നുന്നത്. ആണോ? അവിടെ ആളുകളെല്ലാം ചേർന്ന് ഋതുവിന് നേരെ ബഹളം കൂട്ടുമായിരുന്നു. ഒരു വിധത്തിലാ ഞാൻ ഇവളെ രക്ഷിച്ചു കൊണ്ടുവന്നത്. നിന്നോടാരാ ഇവിടുന്ന് കാർ എടുത്തോണ്ട് പോകാൻ പറഞ്ഞത്? സ്വന്തമായി ഡ്രൈവ് ചെയ്ത് പോകാൻ നിന്നോട് ആരാ പറഞ്ഞത്? ചോദിച്ചത് കേട്ടില്ലേ? ഇതിപ്പോ വലിയൊരു പ്രശ്നമാവുന്ന എനിക്ക് തോന്നുന്നേ. ആക്സിഡന്റ് പറ്റിയ ആൾക്ക് എന്തെങ്കിലും സംഭവിച്ചാ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോവും. വല്ല കാര്യം ഉണ്ടായിരുന്നു നിനക്ക്? അപകട സ്ഥലത്ത് നിന്നും നീ ഇവിടെ ഇങ്ങോട്ടാണോ കൊണ്ടുവന്നേ? അതെ, അല്ലാതെ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? നീ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചില്ലേ? ഇല്ല. അതെന്താ അറിയിക്കാതെ? അല്ല, അറിയിച്ച പോലീസുകാര് ഋതുവിനെതിരെ കേസെടുക്കൂലേ? നമ്മുടെ ഋതു പ്രതിയാവില്ലേ? ഇവള് പ്രതിയാകണം. ഇവൾക്കെതിരെ കേസെടുക്കണം. അപകടം ഉണ്ടാക്കിയ ആൾക്കെതിരെ കേസെടുക്കുന്നത് സ്വാഭാവിക നടപടിയാണ്. ഞാൻ ശ്രദ്ധിച്ച കാർ ഓടിച്ചത്. ഞാനായിട്ടല്ല അപകടം ഉണ്ടാക്കിയത്. അയാള് എന്റെ കാറിന്റെ മുന്നിൽ വന്ന് വീഴായിരുന്നു. അത് ഞാൻ പ്രതീക്ഷിച്ചില്ല. പോലീസിനെ അറിയിക്കാതിരിക്കാൻ ഇതൊന്നും ഒരു എക്സ്ക്യൂസ് അല്ല. അപകടം ഉണ്ടായാൽ, അതും ഇത്രയ്ക്ക് ഗുരുതരമായ ഒരു അപകടം ഉണ്ടായാൽ അത് പോലീസിനെ അറിയിച്ചിരിക്കണം. അതാണ് നിയമം. അത് എല്ലാവർക്കും ബാധകമാണ്. പോലീസിനെ ഞാൻ വിളിക്കാം. പ്രതാപേട്ട, അത് വേണോ? ഋതുവിന് ഒരു അബദ്ധം സംഭവിച്ചതല്ലേ? പോലീസിൽ അറിയിക്കാതെ അപകടം പറ്റിയ ആൾക്ക് എന്തെങ്കിലും നഷ്ടപരിഹാരം കൊടുത്ത് ഇതങ്ങോട്ട് കോംപ്രമൈസ് ചെയ്യണം അല്ലേ? അത് പോരെ ഏട്ടാ? പോരാ. നിയമത്തിന് മറികടക്കാനോ? അതിന് പ്രതാപവർമ്മയെ കിട്ടില്ല. നിയമം നിയമത്തിന്റെ വഴിക്ക് പോയാ മതി. പ്രതാപ, നിന്റെ പദവി, നിന്റെ മകളെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയാ അത് നിനക്കൊരു അഭിമാനക്ഷതം ആവില്ലേ? അതാണ് അഭിമാനം. പ്രതാപവർമ്മ മകൾക്ക് വേണ്ടി അധികാരം ദുർവിനിയോഗം ചെയ്യില്ലെന്ന് എല്ലാവരും എന്നെ വാഴ്ത്തും. അതാണ് എനിക്ക് വേണ്ടത്. അച്ഛൻ പോലീസിനെ വിളിച്ചോളും. കീഴടങ്ങാൻ ഞാൻ തയ്യാറാ. കീഴടങ്ങാതിരിക്കുന്നത് തെറ്റ് തന്നെയാ. ഇത്രയും സമയമായിട്ടും മാഡത്തിന് എന്താ കാണാത്ത? രാജു, എന്താ പ്രശ്നമുണ്ടല്ലോ? എന്താ? വർമ്മ സാറിന്റെ മോള് വന്ന കാറ് ഇരുതല കോളനിയിലോ ഒരാളെ ഇടിച്ചു. അത് വലിയ പ്രശ്നമായി.
ഇവിടെ വീട്ടിലൊരു ചടങ്ങ് നടക്കുമ്പോ രാജു ഇത് എങ്ങോട്ടാ? രമ്യ സംസാരിച്ചിരിക്കാൻ സമയമില്ല, മറിയ. രാജുവിന് ഇത് എന്ത് പറ്റി? എന്തോ പ്രശ്നമുണ്ടല്ലോ. ആ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആളെങ്ങാനും തട്ടിപ്പോയാ പ്രശ്നം ഗുരുതരാവുമല്ലോ ദീപക്കെ. അത് പിന്നെ ചോദിക്കാനുണ്ടോ? പോലീസിൽ റിപ്പോർട്ട് ചെയ്യാതെ അപകട സ്ഥലത്ത് നിന്ന് മുങ്ങിയ സാധാരണ ഹിറ്റ് ആൻഡ് റൺ കേസാണ് എടുക്കുന്നത്. ഇടിച്ചിട്ടിട്ട് ഓടിക്കളഞ്ഞു. ഫലത്തിൽ ഇവിടെ അത് തന്നെയാണല്ലോ സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ വന്ന അമ്മാവൻ ഋതുവിനെ ഫേവർ ചെയ്യുന്ന കരുതി. അതും ഉണ്ടായില്ലല്ലോ. ആ സ്ഥിതിക്ക് ഞാൻ പറഞ്ഞ കാരണങ്ങളൊക്കെ കാണിച്ചു തന്നെ ആയിരിക്കും കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ കുറഞ്ഞതൊരു 10 വർഷമെങ്കിലും ശിക്ഷ അനുഭവിക്കേണ്ടി വരും. പിന്നെ നല്ല പിഴയും ഈടാക്കും. ഈ പറയുന്ന പോലെ ഒന്നും സംഭവിക്കില്ല മോളെ. മോളെ സമാധാനിക്ക്. ഋതു ചേച്ചി കരയാതിരിക്കുക. ദീപക്കേട്ടൻ ചേച്ചി പേടിപ്പിക്കുന്നതാ. ഏയ്, ഞാൻ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാ പറഞ്ഞത്. മോളെ നീ സങ്കടപ്പെടാതിരിക്കെ. നീ അറിഞ്ഞുകൊണ്ട് ചെയ്ത അപകടമല്ലല്ലോ. അതുകൊണ്ട് തന്നെ നിന്റെ നിരപരാധിത്വം ദൈവം കാണും. ദൈവം നിന്നെ രക്ഷിക്കും. രാജു, എന്താ എന്താ മേഡം ഉണ്ടായത്? എന്താ മേഡം സംഭവിച്ച? കാറെന്തോ അപകടത്തിൽപ്പെട്ടെന്ന് അറിഞ്ഞല്ലോ. അത് നീ എങ്ങനെ അറിഞ്ഞു? വീടിനടുത്തുള്ള ഭാസ്കരേട്ടനാ പറഞ്ഞത്. കേട്ടത് ശരി തന്നെ. നിന്റെ മാഡം വലിയ അഹങ്കാരത്തോടെ ആരോടും ചോദിക്കാതെ സ്വയം കാറെടുത്ത് ഓടിച്ച് ഒരാളെ ഇടിച്ചിട്ടു. അയാളിപ്പോ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലാ. മാഡം തനിയെ കാർ ഓടിച്ച് വരുന്നെന്ന് കേട്ടപ്പോഴേ ഞാൻ ടെൻഷനായതാ. മാഡം ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ ഞാൻ വന്ന് കൂട്ടിക്കൊണ്ട് പോയിരുന്നില്ലേ? രാജു അവിടെ ചടങ്ങിന്റെ തിരക്കില്. എന്ത് തിരക്ക്? വിളിച്ചിരുന്നെങ്കിൽ ഞാൻ വരുമായിരുന്നല്ലോ. രാജു എന്തിനാ ബുദ്ധിമുട്ടുന്നേ? ഞാൻ ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞതാ. ഋതിക കേട്ടില്ല. കഷ്ടകാലത്തിന് ഡ്രൈവർ ഇവിടെ ഇല്ലാതെ പോയി. ഇവൾക്കിത് വേണം. അഹങ്കാരത്തിന് കിട്ടിയ ശിക്ഷ ഇത്. ആ ശിക്ഷ ഇവൾ അനുഭവിക്കണം. ഞാൻ പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. അവര് വരും. ഇവള് നടത്തിയ ആക്സിഡന്റിന്റെ പേരിൽ അവർ ഇവിടെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവും. ജാമ്യത്തിനൊന്നും ഞാനില്ല. അനുഭവിക്കേണ്ടത് ജയിലിനകത്ത് കിടന്ന് ഇവിടെ അനുഭവിക്കണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.